വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ കൊല്ലത്തെ 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചോദ്യോത്തരങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം. അതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തത്, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴത്തെ വരിയുമായി യോജിച്ചത് ചേർത്ത് കൊടുക്കുക. ഒന്നാമത്തത്, ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവൻ. ശരിയായത് മസ്ബൂക്ക്. രണ്ടാമത്തെ ചോദ്യം, ഇമാം സലാം വീട്ടും മുമ്പ് എപ്പോൾ തുടർന്നാലും ജമാഅത്തിൻ്റെ ഡാഷ്. ഇമാം സലാം വീട്ടും മുമ്പ് എപ്പോൾ തുടർന്നാലും ജമാഅത്തിൻ്റെ പുണ്യം ലഭിക്കും. മൂന്നാമത്തത്, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചതു മുതൽ ഉച്ചവരെയാണ്. ഇനി അടുത്തത്, ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് തറാവീഹ്. അഞ്ചാമത്തത്, ഖുഫിൻ്റെ മേൽഭാഗം അല്പം തടവലാണ് നിർബന്ധം. ആറാമത്തത്, രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള നിസ്കാരം തഹജ്ജുദ്. അത് താഴേക്ക് എഴുതിയെടുക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി, 2 വീതം എഴുതാം. ഒന്നാമത്, ഷുറൂത്തുൽ ഇഖ്തിദാഇ. ഇഖ്തിദാഇൻ്റെ ഷർത്തുകൾ. അതിൽ നിന്ന് 2 എഴുതാനാണ്. 1, തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തുടർച്ചയെ കരുതൽ. 2, ഇമാമിനേക്കാൾ മടമ്പ് കാൽ കൊണ്ട് മുന്താതിരിക്കൽ. 3, ഇമാമിൻ്റെ പോക്കുവരവുകളെ മഅ്മൂം അറിയൽ. 4, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് ആയിരിക്കൽ. 5, നിസ്കാരത്തിൻ്റെ പ്രവൃത്തികളിൽ മഅ്മൂം ഇമാമിനെ പിന്തുടരൽ. 6, ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും ഇടയിൽ ഗുരുതരമായ ഭിന്നത വരുന്ന സുന്നത്തുകളിൽ ഇമാമിനോട് യോജിക്കുക. ഇതിൽ നിന്നും 2 മാത്രം എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തത്, ഇമാമിന് ഉണ്ടായിരിക്കേണ്ട ഷർത്തുകൾ. 2 എഴുതാനാണ്. 1, മഅ്മൂം പുരുഷനോ ഖുൻസയോ ആണെങ്കിൽ ഇമാം പുരുഷനായിരിക്കുക. 2, മഅ്മൂം ഓതാൻ അറിയുന്നവനാണെങ്കിൽ ഇമാം ഓതാൻ അറിയുന്നവനായിരിക്കുക. 3, ഇമാം മറ്റൊരാളോട് തുടർന്ന് നിസ്കരിക്കുന്നവൻ അല്ലാതിരിക്കുക. 4, ഇമാം നിസ്കാരം മടക്കൽ വാജിബായവൻ അല്ലാതിരിക്കുക. 5, മഅ്മൂമിൻ്റെ വിശ്വാസത്തിൽ ഇമാമിൻ്റെ നിസ്കാരം സ്വഹീഹ് ആയിരിക്കുക. 5 ഷർത്തുകളിൽ നിന്ന് 2 എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത്, സഹ്വിൻ്റെ സുജൂദിനുള്ള കാരണങ്ങൾ. സഹ്വിൻ്റെ സുജൂദ് ചെയ്യാൻ എന്തൊക്കെ കാരണങ്ങളാണ്? 1, അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് ഒന്നിനെ മനഃപൂർവമായോ മറന്നോ ഒഴിവാക്കുക. 2, മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതും മറന്നു ചെയ്താൽ ബാത്തിലാകുന്നതുമായ ഒരു കാര്യം മറന്നു ചെയ്യൽ. മൂന്നാമത്തത്, അസ്ഥാനത്ത് കൊണ്ടുവന്നാൽ നിസ്കാരം ബാത്തിലാകാത്ത ഒരു ഖൗലിയായ കാര്യം അതിൻ്റെ സ്ഥാനത്തല്ലാതെ കൊണ്ടുവരിക. 4, ചെയ്ത കാര്യത്തിൽ സംശയം ഉണ്ടാവുക. ഇതിൽ നിന്നും 2 മാത്രം എഴുതാം. ഇനി അടുത്തത്, ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം,
സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്നാൽ എന്ത്? ഉത്തരം: വെള്ളം ഇല്ലാതാവുകയോ ഉപ്പ് രസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കുന്ന സുന്നത്തായ നിസ്കാരമാണ് ഇസ്തിസ്ഖാ നിസ്കാരം, അതായത് മഴയെ തേടുന്ന നിസ്കാരം. ചോദ്യം 2. ഗ്രഹണ നിസ്കാരം പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം ഏത്? ഗ്രഹണ നിസ്കാരം 3 രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപമാണ് ചോദിച്ചത്. ഉത്തരം: ഗ്രഹണ നിസ്കാരം ചുരുങ്ങിയത് സാധാരണ സുന്നത്ത് നിസ്കാരം പോലെ 2 റക്അത്താണ്. പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം ഓരോ റക്അത്തിലും ഓരോ നൃത്തവും ഓരോ ഖിറാഅത്തും ഓരോ റുക്കുവും കൂടി കൂടുതലാക്കലാണ്. പൂർണ്ണമായതിൻ്റെ താഴെയുള്ള രൂപം ഓരോ റക്അത്തിലും ഓരോ നൃത്തവും ഓരോ ഖിറാഅത്തും ഓരോ റുക്കുവും കൂടുതലാക്കലാണ്. ഇനി അടുത്ത ചോദ്യം: സജദയുടെ സുജൂദ് വാജിബാണ് ആർക്ക്? ഉത്തരം: ഇമാം സുജൂദ് ചെയ്താൽ മഅ്മൂമിന് സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. സജദയുടെ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഇമാം സുജൂദ് ചെയ്താൽ മഅ്മൂമിന് സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. ഇനി അടുത്ത ചോദ്യം: സ്വർഗത്തിൽ ളുഹ എന്ന് പേരുള്ള വാതിലിനടുത്തു നിന്ന് ഒരാൾ വിളിച്ചു പറയും എന്ത്? ഉത്തരം: ളുഹ നിസ്കാരം പതിവാക്കിയവരെ, ഇത് നിങ്ങളുടെ കവാടമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഇതിലൂടെ പ്രവേശിക്കുക. ഇതാണ് വിളിച്ചു പറയുക. ഇനി അടുത്ത ആക്ടിവിറ്റി പൂരിപ്പിക്കാം. ഒന്നാമത്തേത്: വിത്ർ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനൽ മലിക് ഡാഷ് എന്ന് ഡാഷ് പ്രാവശ്യം പറയലും ഡാഷ് തവണ ശബ്ദം ഡാഷ് ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ബിറിളാക മിൻ ഡാഷ് വബിമുആഫാതിക മിൻ ഡാഷ് വബിക മിൻക ഡാഷ് സനാഉൻ അലൈക അൻത അലാ നഫ്സിക എന്ന് ചൊല്ലലും സുന്നത്താണ്. ഇത് പൂരിപ്പിക്കാം. വിത്ർ നിസ്കാര ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 പ്രാവശ്യം പറയലും 3-ാം തവണ ശബ്ദം ഉയർത്തലും ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്ന് ചൊല്ലലും സുന്നത്താണ്. അത് പൂരിപ്പിച്ച് കൊടുക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി എന്തു ചൊല്ലണം? ഒന്നാമത്തേത്: തഹിയ്യത്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെടാത്തവൻ. ഉത്തരം: സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് 4 പ്രാവശ്യം ചൊല്ലണം. ഇനി അടുത്ത ആക്ടിവിറ്റി തെളിവ് എഴുതാം. ഒന്നാമത്തേത്: തറാവീഹ് നിസ്കാരം വിത്ർ കൂടാതെ 20 റക്അത്താണ്. അതിനുള്ള തെളിവ് എഴുതാം. എഴുതി കൊടുക്കാം. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അതൻ സിവൽ വിത്തിരി. ഇതാണ് തറാവീഹ് നിസ്കാരത്തിനുള്ള തെളിവ്. ഇനി രണ്ടാമത്തേത്: വിത്ർ നിസ്കാരം സുന്നത്താണ്. അതിനുള്ള തെളിവ് എഴുതി കൊടുക്കാം. അൽ വിത്റു ഹക്കുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഇതാണ് വിത്ർ നിസ്കാരത്തിനുള്ള തെളിവ്. അപ്പോൾ നമ്മൾ ചോദ്യപേപ്പർ മുഴുവനായും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മറ്റുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള മറ്റു പേപ്പറുകളും വരും. അതുവരെ കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.